ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോ ഇന്ന് എന്താ വെച്ചാല് ഒരു ചെറിയൊരു ഫോട്ടോഷൂട്ട് ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് സമയം എന്താ 4:30 ആയിട്ടുണ്ട്. നമ്മള് രാവിലെ നേരത്തെ ഫോട്ടോഷൂട്ട് ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. ഒരു അമ്പലത്തിലാണ് നമ്മള് ലൊക്കേഷനൊക്കെ കണ്ടുവച്ചിട്ടുള്ളത്. അപ്പോൾ മേക്കപ്പ് ചെയ്യണത് എനിക്ക് അറിയുന്ന ഒരു ചേച്ചി തന്നെയാണ്. അപ്പോൾ ചേച്ചി ഇപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ ചേച്ചിയുടെ ഇൻട്രസ്റ്റില് ചേച്ചിക്ക് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ ഫോട്ടോഷൂട്ട് ചെയ്യണത്. അപ്പോൾ എനിക്കും മൈൻഡിൽ ഉണ്ടായിരുന്നു ഒരു ഷൂട്ട് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അത് എല്ലാം കൂടി ഒത്തു വന്നപ്പോൾ വി ആർ ഡൂയിങ് ഇറ്റ്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ കോസ്റ്റ്യൂം. ഇത് അമ്മയുടെ ഒരു സാരിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പഴയ ടച്ചും അതിൻ്റെ ആ കളറൊക്കെ വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ആ കളർ കോമ്പിനേഷനൊക്കെ. അങ്ങനെ ഞാനപ്പോൾ ഇതന്നെ നമുക്ക് എടുക്കാമെന്നും പറഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ. അങ്ങനെ ഗൈസ് അതിൻ്റെ മേക്കപ്പൊക്കെ അങ്ങനെ ചെയ്തു. നമ്മൾ ഫസ്റ്റ് ഐ മേക്കപ്പാണ് ചെയ്തത്. എനിക്കത് എന്താവും എന്നറിയാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ കണ്ണടച്ച് അവിടെ കിടക്കണത്. എനിക്ക് രാവിലെ നീച്ച വഴി ഒരു വിശപ്പുണ്ട് ഗൈസ്, അതുകൊണ്ട് അമ്മ കട്ടൻ ചായ കൊണ്ട് തന്നു. ഭയങ്കര ഇഷ്ടമായി. കുറച്ചായിട്ട് ആ ചായ ഇങ്ങനെ കുടിച്ചു. പിന്നെ എനിക്ക് ആ ലെൻസ് വെച്ചത് നല്ല ഇഷ്ടമായി. ലൈറ്റ് പച്ച ഷെയ്ഡായിരുന്നു, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു അത്. അങ്ങനെ ലാഷസും കൂടി വെച്ച് നമ്മുടെ ഐ മേക്കപ്പ് ഓൾമോസ്റ്റ് തീർന്നു. എനിക്ക് കണ്ണാടി നോക്കി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ കണ്ണ് അടിപൊളി, ഭയങ്കര ഡിഫൈൻഡ് ആയിട്ടൊക്കെ തോന്നി. സ്വയംപൊക്കം അല്ല കേട്ടോ ഗൈസ്, നിങ്ങൾക്ക് എന്നെ കണ്ടാൽ മനസ്സിലാവില്ല. എൻ്റെ ആദ്യത്തെ ആ കണ്ണും ഇപ്പോൾ ഈ മേക്കപ്പ് ഇട്ടതിന് ശേഷം നല്ല ഡിഫറൻസ് ഉണ്ട്. ഭയങ്കര ഷാർപ്പായ പോലെ തോന്നി എനിക്ക്. പിന്നെ എല്ലാവരും പുട്ടി പുട്ടി എന്ന് വിശേഷിപ്പിക്കുന്ന കൺസീലർ, ഫൗണ്ടേഷൻ പോലത്തെ എന്തൊക്കെയോ സാധനങ്ങൾ, ഫുൾ എനിക്ക് അറിയാൻ പാടില്ല, അതൊക്കെ ഇട്ടു നമ്മൾ. അതിനുശേഷം ഹെയർ ചെയ്യാനായിട്ട് നമ്മൾ റെഡിയായി. നമുക്കപ്പോഴേക്കും ടൈം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ നമ്മളെ ഫോട്ടോഗ്രാഫർ അമ്പലത്തിൽ എത്താറായി. നമ്മൾ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തിരി ലേറ്റായി. പിന്നെ നമ്മൾ ഹെയറൊക്കെ ചെയ്ത് കുറച്ചൊന്ന് കേൾ ചെയ്തു ഫ്രണ്ടിൽ. എനിക്ക് അങ്ങനെ ചെയ്യണമെന്ന് കുറേ ഫോട്ടോഷൂട്ട്സ് ഇങ്ങനെ കാണുമ്പോൾ തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു. പിന്നെ ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ടു. നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട പോലെ ഈ മേക്കപ്പ് ഫുള്ള് ചെയ്തത് ശ്രുതി ചേച്ചിയാണ്. ശ്രുതി ചേച്ചിയുടെ അക്കൗണ്ട്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ ഞാൻ താഴെ മെൻഷനിൽ കൊടുത്തേക്കാം, ജസ്റ്റ് ഒന്ന് കയറി നോക്കൂ. പിന്നെ സച്ചു ഇതാ നടന്നുകൊണ്ടൊക്കെയാണ് ദോശ വയ്ക്കുന്നത്. അമ്പലത്തിലേക്ക് പോകാൻ നമ്മളെല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഫ്രണ്ട് സീറ്റിൽ തന്നെ കയറി വന്നു, എൻ്റെ സാരി കിടരുന്നൊക്കെ പറഞ്ഞിട്ട്. അമ്മയെ നൈസായിട്ട് ബാക്കിലോട്ട് അങ്ങ് തട്ടി. എന്നിട്ട് ഇതാ നല്ലൊരു നൈസ് അമ്പലമാണ് ഗൈസ്. നല്ല ഏർലി മോർണിംഗ് ആണല്ലോ എത്തിയത്, അപ്പം അധികം തിരക്കുമില്ല. പിന്നെ കുറച്ച് നേരം സച്ചുവിൻ്റെ കയ്യിലായിരുന്നു എൻ്റെ ഫോണ്. ഹലോ, ഒന്നേരം നോക്കുവോ? ഞാൻ കാണിച്ചു തരാം ഫോട്ടോ.
അവിടെ പോയി ഫോട്ടോ എടുക്കുക. ഞങ്ങളവിടെ ബോറടിച്ച് വാർത്തയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മയും പിന്നെ ചേച്ചിയും അച്ഛനും ഒക്കെ കൂടിയിട്ട് ഉണ്ടോ. ഇന്നാണ് എനിക്ക് ആദ്യമായിട്ട് ചേച്ചിയുടെ ഫോൺ ഇങ്ങനെ കിട്ടുന്നത്. അപ്പം ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്നത്രയും അർമാദിക്കണം. ഇന്ന് ചേച്ചി എനിക്ക് ലോക്ക് പറഞ്ഞു തന്നു. അപ്പം ഞാൻ അതൊക്കെ പഠിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ ലോക്ക് ആർക്കും പറഞ്ഞു തരത്തില്ല. ഇതാ വരുന്നു. എങ്ങോട്ടാണ് അവർ അടുത്ത ഫോട്ടോ എടുക്കേണ്ട സ്ഥലത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടെയാണ്, അവർ അവിടെ ആണ്. ഇവിടെ നല്ല ഇതാ ചേച്ചി ക്ഷീണിച്ച് വരികയാണ്. ഇതാണ് അമ്പലം. ഇതാ ചേച്ചി, ഇത് വേറെ ശ്രുതി ചേച്ചിയുടെ ഉള്ളിൽ തൊഴുകാൻ പോവാണ്. ഉള്ളിലേക്ക് നമുക്ക് ഫോൺ കയറ്റാൻ പറ്റില്ല. നല്ല ഭംഗിയുള്ള അമ്പലം. ഇതാണ് അമ്പലം കേട്ടോ. കേട്ടോ, ഇതാണ് അമ്പലം. ക്ഷമയോടെ എനിക്ക് പോസുകളൊക്കെ പറഞ്ഞു തന്ന് കുറേ പോസുകൾ പറഞ്ഞു തന്നു കേട്ടോ. എനിക്ക് സ്വന്തമായിട്ട് ഞാൻ വലിയ പോസുകളൊന്നും ഇട്ടിട്ടില്ല, എല്ലാം ഈ ചേട്ടനാണ് പറഞ്ഞു തന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഞാൻ അതിൻ്റെ റിസൾട്ടൊക്കെ എൻഡിൽ അറ്റാച്ച് ചെയ്ത് വെക്കാം. ഐബോൾസ് എൻ്റെ കയ്യിലാണ് തോന്നുന്നത്. എൻ്റെ കൈയൊന്ന് ജസ്റ്റ് ഇങ്ങനെ വെച്ച് അങ്ങനെ വെച്ചിട്ട് അത് സൈഡിലേക്ക് അങ്ങനെ നോക്കി സൈഡിലേക്ക് അല്ല ഇങ്ങനെ ഒന്ന് അപ്പ് ചെയ്തിട്ട് സൈഡ് സോറി. അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞു. ഞാൻ ഓർണമെൻറ്റ്സ് ഒക്കെ ഊരി ചേച്ചിക്ക് കൊടുത്തു. ചേച്ചി അവിടെ നിന്ന് തന്നെ അവർ തിരിച്ചു പോവായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മേക്കപ്പ്. എനിക്ക് ഒരു രക്ഷയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീട്ടിൽ പോയിട്ട് എൻ്റേതായ രീതിയിൽ കുറച്ച് വീഡിയോ എടുപ്പും സ്റ്റോറി ഇടാനൊക്കെ വീഡിയോ വേണമല്ലോ, അതിനു വേണ്ടി ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. എന്നിട്ട് കുറേ നേരം ഞാൻ ആ മേക്കപ്പൊക്കെ അഴിക്കാണ്ട് അങ്ങനെ തന്നെ നിന്ന് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ ആ ഫോട്ടോഗ്രാഫിയും എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. ഞാൻ എല്ലാ ഫോട്ടോസും ഇതാ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടു നോക്കൂ.